റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയാലും സോറിയാസിസ് ആയാലും ഇനി ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ഇനി അതല്ലെങ്കിൽ സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റിസ് എന്ന് വിളിക്കുന്ന SLE, ഇനി അതല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ്, ലൈക്കൻ പ്ലാനസ് പോലുള്ള ചിലതരം ചർമ്മരോഗങ്ങൾ, ഇതെല്ലാം തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഇത് തീർച്ചയായിട്ടും ഒരു ആധുനിക കാഴ്ചപ്പാടാണ് കേട്ടോ. ഏകദേശം 80-ലധികം തരത്തില് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ളതായിട്ട് പറയപ്പെടുന്നു. ഇത്തരം രോഗാവസ്ഥകൾ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യമല്ലെന്ന് ആധുനിക ശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഇത്തരം രോഗാവസ്ഥകൾ അസാധ്യ രോഗഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായ ഭക്ഷണ രീതികൾ കൊണ്ട്, ചിട്ടയായ ജീവിതശൈലികൾ കൊണ്ട് ഒക്കെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്താണെന്നും എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നും ഈ രോഗാവസ്ഥയിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില സംഗതികൾ എന്താണെന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു രൂപരേഖ കിട്ടും. വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യാലോ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഇത്തരം രോഗാവസ്ഥകൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധക സംവിധാനം നമ്മുടെ ശരീരത്തിന് തന്നെ എതിരായിട്ട് പ്രവർത്തിക്കുക. അതായത് ഓരോ രോഗാവസ്ഥയും സംജാതമാകുമ്പോൾ അത് നമ്മുടെ പുറമേ നിന്നുള്ള കാരണങ്ങൾ കൊണ്ടാണോ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കാരണങ്ങൾ കൊണ്ടാണോ തിരിച്ചറിയാൻ കഴിയാനാവാത്ത വിധം രോഗപ്രതിരോധക സംവിധാനം തകരാറിലാവുന്നു. ഇതാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ സംഭവിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധ്യമല്ലാത്ത രോഗമായിട്ട് മോഡേൺ സയൻസിലും അസാധ്യ ഗണത്തില് അല്ലെങ്കിൽ യാപ്യ ഗണത്തില് ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുള്ളത്. യാപ്യം എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, അതായത് കൃത്യമായ ഭക്ഷണ രീതി കൊണ്ടും ജീവിത രീതി കൊണ്ടും ഔഷധ സേവ കൊണ്ടും നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. ഇത്തരം രോഗാവസ്ഥകളെ യാപ്യ രോഗങ്ങൾ എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. അസാധ്യ രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്ത രോഗാവസ്ഥകൾ. ഈ രണ്ട് ഗണത്തിലാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇത്തരം രോഗാവസ്ഥകൾ പലപ്പോഴും പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. 80-ലധികം തരത്തില് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ളതായിട്ട് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിനെല്ലാം തന്നെ ചില ജനറ്റിക് ഫാക്ടേഴ്സ്, ഫാമിലി ഹിസ്റ്ററി, അതായത് ചില കുടുംബങ്ങളിൽ ഇത്തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നിലനിൽക്കുന്നതായിട്ട് പറയപ്പെടുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രോഗപ്രതിരോധക സംവിധാനം നമുക്കെതിരെ തന്നെ തിരിയുമ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി ഇല്ലാതെ വരുന്നു. കൂടെ രോഗാവസ്ഥകൾ നമ്മളെ ബാധിക്കുന്നു. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നു. ഇമ്മ്യൂണിറ്റി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ചെറിയ കാരണങ്ങൾ കൊണ്ട് പോലും രോഗാവസ്ഥകൾ തുടരെ പിന്തുടരാനുള്ള ഒരു പ്രവണത ശരീരം കാണിക്കും. ഇപ്പം തന്നെ എന്തെന്ത് രോഗാവസ്ഥകൾ ഉണ്ടാവുന്നോ അത് ദ്രുതഗതിയിൽ അതിന്റെ അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് വ്യാപിക്കുന്നതായിട്ടും കാണപ്പെടാം. ഇത്തരം രോഗാവസ്ഥകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, നമ്മൾ രക്തവാദം എന്ന് വിളിക്കില്ല ആയുർവേദത്തില്, അത് തന്നെ സംഗതി. രക്തവാദത്തിൽ അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സന്ധികളെയാണ് ഇത് ബാധിക്കുന്നത്. സന്ധികളിലൊക്കെ, ജോയിന്റ്സിലൊക്കെ നീരും വേദനയും അനുഭവപ്പെടുന്നു. മൂവ്മെന്റ്സ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആവുന്നു. ഫ്രീ ആയിട്ട് ചലിപ്പിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു. സന്ധികളൊക്കെ മടക്കം നിർത്തും ചെയ്യുമ്പോൾ കലശലായ വേദന അനുഭവപ്പെടുന്നു. ഇതൊക്കെയാണ് പൊതുവെ രക്തവാദ രോഗികൾ അതല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻസ് കാണിച്ചു വരുന്ന ലക്ഷണങ്ങൾ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന മറ്റു ചില രോഗാവസ്ഥകൾ കൂടെ നമുക്ക് ഇവിടെ പ്രതിപാദിക്കാം. അതായത് SLE എന്ന് വിളിക്കുന്ന സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിസ് എന്ന് വിളിക്കുന്ന രോഗാവസ്ഥയുണ്ടല്ലോ. ഇവിടെ പ്രധാനമായിട്ട് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ, SLE എന്ന് പറയുന്ന ഈ രോഗാവസ്ഥയിൽ സ്കിന്നിനെ ബാധിക്കുന്നുണ്ട്, സന്ധികളെ ബാധിക്കുന്നുണ്ട്, ഹൃദയത്തെ ബാധിക്കുന്നുണ്ട്, ശ്വാസകോശത്തെ ബാധിക്കുന്നുണ്ട്, കിഡ്നിയുടെ പ്രവർത്തനത്തെ പോലും SLE ബാധിക്കുന്നുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ്, ഇത്തരത്തിലുള്ള പ്രമേഹ രോഗത്തില് പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അതുവഴി ഇൻസുലിന്റെ അഭാവം രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവിലേക്ക് നയിക്കുന്നു. ഇതാണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസിൽ സംഭവിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു രോഗാവസ്ഥയാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് വിളിക്കുന്ന MS. നിങ്ങൾ കേട്ടിരിക്കും. ഈ രോഗാവസ്ഥയിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ, അതായത് കേന്ദ്ര നാഡീവ്യൂഹത്തിനെയാണ് ഈ രോഗം ബാധിക്കുന്നത്. ഈ രോഗാവസ്ഥയിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് തലച്ചോറും നമ്മുടെ ശരീരത്തിന്റെ അംഗങ്ങളും അവയവങ്ങളും തമ്മിലുള്ള ആ കോർഡിനേഷൻ നഷ്ടപ്പെടുന്നു. അതുവഴിയാണ് ഇത്തരം രോഗാവസ്ഥയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. വളരെ കൂടുതലായിട്ട് കാലത്ത് കാണുന്ന മറ്റൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് IBD, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന ഈ രോഗാവസ്ഥയിൽ ദഹനേന്ദ്രിയ വ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. മറ്റൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് സോറിയാസിസ്. ഇത് ചർമ്മത്തിന് പുറമെ ചെതമ്പല് പോലെ തൊലി പൊളിഞ്ഞു പോവുക, അല്ലെങ്കിൽ പൊടിയായിട്ട് തൊലി പൊളിഞ്ഞു പോവുക, കലശലായ ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഇതൊക്കെ പൊതുവെ സോറിയാസിസ് രോഗികൾ കാണിക്കുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് കാണുന്ന സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്ന രോഗാവസ്ഥയിൽ രക്തവാത രോഗത്തിന്റെ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു, സോറിയാസിസ് രോഗത്തിന്റെ ലക്ഷണങ്ങളും പ്രദർശിപ്പിക്കുന്നു. ഇത് രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് രോഗിക്ക് കലശലായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ഒരു ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണ രീതികളും ജീവിത രീതികളും എല്ലാം തന്നെ ഈ രോഗാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥയ്ക്ക് പോലും പ്രാധാന്യമുണ്ട്. കാരണം തണുപ്പ് കാലത്ത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് പേഷ്യൻസിന് വളരെയധികം കലശലായ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം തണുപ്പ് തട്ടുമ്പോൾ ഈ രക്തവാദത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൂടും, അതുപോലെ സ്കിന്നിലേക്കുള്ള ബുദ്ധിമുട്ടുകളും കൂടും. അതുവഴി സന്ധികൾ തോറും വേദനകൾ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ധാരാളം രോഗികൾ ചികിത്സയിലായിരിക്കുന്ന സമയത്ത് തന്നെ ലക്ഷണങ്ങൾക്ക് ശമനം ലഭിക്കുമ്പോൾ ഔഷധ സേവയൊക്കെ മടിക്കും, അല്ലെങ്കിൽ ജീവിതചര്യകൾക്കൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും. പക്ഷേ ഈ തണുപ്പ് വരുന്ന കാലാവസ്ഥയിൽ ഇത്തരം രോഗാവസ്ഥകൾ തീർച്ചയായിട്ടും തീവ്രമാകാനായിട്ട് ഇടയുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഔഷധ സേവയും ആഹാര രീതിയും ജീവിത രീതിയും തുടരേണ്ടതാണ്. കാലത്ത് വളരെ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് തൈറോയിഡിസം. ഇത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഹൈപ്പോതൈറോയിഡിസം എന്നുള്ള രോഗാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അതുപോലെ ലൈക്കൻ പ്ലാനസ് എന്ന് വിളിക്കുന്ന ഒരു ചർമ്മരോഗം, അതായത് ചർമ്മത്തിലുണ്ടാവുന്ന കറുത്ത കുത്തുകുത്ത് പോലെ വരുന്ന കറുത്ത പാടുകൾ അത് ദേഹത്തിൽ ആസകലം പടരുന്നു. ഈ രോഗാവസ്ഥയൊന്നും മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത തീരെയില്ല. ഈ പറഞ്ഞ രോഗാവസ്ഥകളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യമല്ലെന്ന് ആധുനിക ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്ന ചില ഭക്ഷണ
രീതികളും ചിട്ടകളും ഇത്തരം രോഗികൾ ശീലിച്ചു പോരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യമായ മാറ്റം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉള്ള രോഗികൾക്ക് രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ ഇവരെ എളുപ്പത്തിൽ ആക്രമിക്കാനായിട്ട് സാധ്യതയുണ്ട്. ആയതിനാൽ ഭക്ഷണ രീതികളിലും ജീവിത രീതികളിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. ഇത്തരം രോഗാവസ്ഥകൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഒരു ശരാശരി കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകളിലാണ്. ഇത്തരം രോഗാവസ്ഥയിലെ ഹോർമോൺ ഇംബാലൻസും അതുവഴി ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങളും കൂടെ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഇത്തരം രോഗാവസ്ഥ അനുഭവിക്കുന്ന രോഗികളിലെല്ലാം വ്യത്യസ്ത വ്യക്തികളിൽ വ്യത്യസ്ത രോഗലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്. എന്നിരുന്നാലും പൊതുവായിട്ട് കാണുന്ന ചില ലക്ഷണങ്ങൾ ഇവിടെ പറയാം. അതായത് പൊതുവെ ക്ഷീണം അനുഭവപ്പെടുക, സന്ധികളിലൊക്കെ വേദനയും നീരും ഉണ്ടാകുക, പേശികൾക്ക് മസിലുകൾക്കൊക്കെ അയവും ബലഹീനതയും അനുഭവപ്പെടുക, ചർമ്മത്തിലൊക്കെ തടിച്ച് തിണർപ്പുകൾ ഉണ്ടാകുന്നു, ചൊറിച്ചിലുണ്ടാകുന്നു, ചൊറിഞ്ഞ് പൊടി പോലെ വരികയോ തൊലി പൊളിഞ്ഞു പോവുകയോ ചുവന്ന് തടിച്ചു വരികയോ ഉണ്ടാകാറുണ്ട്. അതുപോലെ ചെറുതായിട്ട് പനിക്കോൾ ഉണ്ടായിരിക്കും. പലപ്പോഴും ചിലർക്കൊക്കെ ശരീരഭാരം കുറഞ്ഞു വരുന്നു, മറ്റു ചിലർക്ക് അമിത ശരീരഭാരം ഉണ്ടാകുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പേര് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് മുടി കൊഴിച്ചിൽ. പിന്നെ കൈകാലുകൾക്കൊക്കെ തണുപ്പ് അനുഭവപ്പെടുക, മരവിപ്പ് അനുഭവപ്പെടുക, ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, ഇക്കിളിപ്പെടുത്തുന്ന പോലത്തെ ഒരു അനുഭവം, ഇതൊക്കെ ഇത്തരം രോഗികൾ പറഞ്ഞു വരാറുണ്ട്. കുറച്ചുപേരാണെങ്കിലും ഇത്തരം രോഗാവസ്ഥകൾ അനുഭവിക്കുന്നവര് ഓർമ്മക്കുറവ്, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ശക്തി കുറവ്, കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള കഴിവ് കുറഞ്ഞു വരിക, ഇത്തരം ലക്ഷണങ്ങളും ചില രോഗികൾ പറഞ്ഞു വരാറുണ്ട്. രോഗനിർണയത്തിനായിട്ട് ആധുനിക ശാസ്ത്രം വിവിധ തരത്തിലുള്ള രക്തപരിശോധനകൾ, അതുപോലെ എക്സ്റേ, MRI ഇത്തരം ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചു വരും. ഇതിന് നിർദ്ദേശിച്ചു വരുന്ന ഔഷധങ്ങൾ പൊതുവെ പറഞ്ഞാല് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി, അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കത്തെ ഇല്ലാതാക്കുന്നതിന് സഹായകരമായ ഔഷധങ്ങളാണ് ആധുനിക ശാസ്ത്രം ഉപയോഗിച്ചു വരുന്നത്. പലതരത്തിലുള്ള കോർട്ടിക്കോസ്റ്റീറോയിഡ്സും ഇമ്മ്യൂണോ സപ്രസന്റുകളൊക്കെയാണ് ആധുനിക ശാസ്ത്രം ഉപയോഗിച്ചു വരുന്നത് ഇത്തരം രോഗാവസ്ഥകൾ ചികിത്സിക്കുന്നതിനായി. ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളും ഭക്ഷണരീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ്, ഇതൊക്കെ ഇത്തരം രോഗലക്ഷണങ്ങൾക്ക് കാര്യമായ മാറ്റം വരുന്നതായിട്ട് കാണാറുണ്ട്. ഇത് ആരംഭഘട്ടത്തിലൊക്കെ രോഗലക്ഷണങ്ങൾ അത്ര തീവ്രമായിരിക്കില്ല. ഇനി അതല്ലെങ്കിൽ ഒരു ഘട്ടത്തില് രോഗലക്ഷണങ്ങൾ ഇല്ലാതായിരിക്കാം. അതുകൊണ്ട് തന്നെ ആരംഭഘട്ടത്തില് ഗൗരവത്തോടു കൂടിയ ഒരു ചികിത്സ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഇനി അതല്ലെങ്കിൽ രോഗതീവ്രത അനുഭവിച്ചിരുന്നെങ്കിൽ പോലും ചികിത്സ തുടങ്ങി കുറച്ചു കാലത്തിന് ശേഷം രോഗത്തിനൊക്കെ അല്പം ആശ്വാസം ലഭിക്കുമ്പോൾ നിങ്ങളിൽ പലരും ഭക്ഷണ രീതികളും ജീവിത രീതികളൊക്കെ മാറ്റം വരുത്തുക, പഴയപടിയാക്കുക, അല്ലെങ്കിൽ ഔഷധങ്ങൾ കൃത്യമായിട്ട് സേവിക്കാതിരിക്കുക, ഇതൊക്കെ രോഗം വീണ്ടും ഗുരുതരമാക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇത്തരം രോഗാവസ്ഥ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വ്യാപ്യ രോഗങ്ങൾ അല്ലെങ്കിൽ അസാധ്യ രോഗങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നു. ആധുനിക ശാസ്ത്രം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യമല്ലാത്ത രോഗങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം രോഗാവസ്ഥകളിൽ ജീവിതകാലം മുഴുവൻ ഔഷധ സേവയും ചിട്ടയായിട്ടുള്ള ഭക്ഷണരീതിയും ജീവിത രീതികളും അനുവർത്തിച്ച് പോരേണ്ടതായിട്ട് വരും. ഒരു ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് ഇത്തരം രോഗികളെല്ലാം തന്നെ ശരീരത്തിൽ നീർക്കെട്ട് കൂട്ടുന്ന തരം ആഹാരങ്ങളും ജീവിത രീതികളും ഒഴിവാക്കണം. അതായത് ഉപ്പ്, എരിവ്, പുളി, എണ്ണ ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനോ ഒഴിവാക്കാനോ ശ്രദ്ധിക്കുക. അച്ചാറും എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും അതുപോലെ കട്ടത്തൈരും ഒക്കെ ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും സഹായകരമാവും. അതുപോലെ തന്നെ മത്സ്യമാംസാദികളും ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഇതെല്ലാം തന്നെ ശരീരത്തിലെ ഉൾപ്പുഴക്കവും വിദാഹവും കൂട്ടുകയും ശരീരത്തിലെ വാതപിത്ത കഫദോഷങ്ങൾക്ക് വർധനവും തുടർന്ന് ഈ ദോഷങ്ങളെല്ലാം തന്നെ ദുഷിക്കുകയും അതുവഴി രോഗതീവ്രത ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഈ രോഗാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. ചില രോഗികൾക്ക് ഉഷ്ണകാലം അനുകൂലമായിരിക്കും, മറ്റു ചിലർക്ക് തണുപ്പ് കാലം അനുകൂലമായിരിക്കും. നിങ്ങളുടെ ദേഹപ്രകൃതിക്കും രോഗതീവ്രതയ്ക്കും അനുസരിച്ച് ഏതേത് കാലാവസ്ഥകൾ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടോ ആ കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടതായ ഭക്ഷണരീതികൾ, ജീവിത രീതികൾ, വസ്ത്രധാരണങ്ങൾ എല്ലാം ശ്രദ്ധിക്കാനായിട്ട് ഓർമ്മിക്കുക. ഈ രക്തവാത രോഗികളായാലും സോറിയാറ്റിക് ആർത്രൈറ്റിസ് രോഗികളായാലും SLE പോലത്തെ രോഗാവസ്ഥയായാലും തണുപ്പ് കാലത്ത് രോഗതീവ്രത കൂടാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. തണുപ്പ് കൂടി വരുന്നതിനനുസരിച്ച് ഇവർക്ക് ചെറിയ ചെറിയ സന്ധികളിൽ വേദനകൾ വരാം, നീർക്കെട്ട് വരാം. അതുകൊണ്ട് തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് കുളിക്കാനും കുടിക്കുന്നതും ഭക്ഷണങ്ങളും എല്ലാം ചൂടോടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. AC-യുടെ ഉപയോഗമൊക്കെ പരമാവധി ഒഴിവാക്കുക. വീട്ടിനകത്തൊക്കെ ചപ്പല് ധരിക്കുക. ഫാനിന്റെ നേരെ താഴെ കിടക്കാതിരിക്കുക. നമ്മൾ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട്. അതുപോലെ തലയിലൊക്കെ മങ്കി ക്യാപ്പോ മഫ്ലറോ ഒക്കെ ധരിക്കുന്നത് ശീലാക്കുക. മഴച്ചാറിൽ തണുപ്പ് മഞ്ഞൊന്നും കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം ഉള്ളിലേക്കുള്ള ഔഷധങ്ങളും പുറമെ പറ്റുന്നതിനുള്ള തൈലങ്ങളും നിശ്ചയിക്കുക. അത് പതിവായിട്ട് ഉപയോഗിക്കുക. കാലാവസ്ഥയിലും ലക്ഷണങ്ങളിലും മാറ്റം വരുന്നതിനനുസരിച്ച് നിങ്ങളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉള്ളിലേക്ക് കഴിക്കുന്ന കഷായയോഗങ്ങൾക്കും പുറമെ പറ്റുന്ന തൈലയോഗങ്ങൾക്കും വേണ്ടതായ മാറ്റങ്ങൾ വരുത്തുന്നതിനും ശ്രദ്ധിക്കുക. അതായത് ഇത്തരം രോഗങ്ങളിൽ കാലാവസ്ഥ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. നമ്മൾ ഒരു വർഷത്തെ 2 മാസം വീതമുള്ള 6 ഋതുക്കളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ഋതുസന്ധിയിലും ഈ രോഗാവസ്ഥയ്ക്കും രോഗലക്ഷണങ്ങൾക്കും രോഗതീവ്രതയ്ക്കും മാറ്റം വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ച് വേണ്ടതായ ഔഷധങ്ങൾ, ഭക്ഷണരീതികൾ, ജീവിത രീതികൾ മാറ്റം വരുത്താനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം രോഗാവസ്ഥകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ലൈക്ക് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.